ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് വാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മില്യണേഴ്സ് ബൈബിൾ എന്നാണ് റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകത്തിന് ലോകമെമ്പാടും ആളുകൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു എഴുത്തുകാരനായ അർക്കാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ആ സിറ്റിയിലെ ബാബിലോണിയയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയ ഒരാളുടെ കഥയാണിത്. ഓക്കെ, അയാൾ എങ്ങനെ ആ പണക്കാരനായി? കേവലം ഒരു എഴുത്തുകാരൻ, ഒരു താളിയോല എഴുത്തുകാരനായ ഒരു വ്യക്തി, പൈസ തീരെയില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. നിങ്ങളിത് ഇതുവരെ വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 കാര്യങ്ങൾ, അതായത് ഈ പുസ്തകത്തിൽ തന്നെ ഇവർ വിവർത്തിച്ചിട്ടുള്ള ഈ 7 കാര്യങ്ങൾ നിങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ടുള്ള രീതിയിൽ നല്ലൊരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, ജോർജ് എസ് ക്ലാസൺ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഗത്ഭമായിട്ടുള്ള ബുക്കാണ് ഈ പുസ്തകം. ഏകദേശം ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയത് 1920-ലാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഓഥറിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. ജോർജ് എസ് ക്ലാസൺ, the author of The Richest Man in Babylon, is best known for his work in personal finance in general. അതായത് സാമ്പത്തിക മേഖലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഫിനാൻസ് ബുക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ അദ്ദേഹം ശക്തമായിട്ട് അറിയപ്പെട്ട ഒരാളായിരുന്നു. He was born on November 7, 1874 in Louisiana, Missouri, while his most famous work was published as a series of pamphlets in the 1920s. 1920s തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വർക്കുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലാസൺ wasn't initially a financial writer. ആദ്യം തന്നെ അദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ റൈറ്റർ ആയിരുന്നില്ല. ബിഫോർ ഹിസ് സക്സസ് ആസ് ആൻ ഓഥർ. ഓക്കെ, അദ്ദേഹം ഒരു ഓഥർ ആവുന്നതിന് മുമ്പ് ഇയാൾ ഒരു ഫൈനാൻഷ്യൽ റൈറ്റർ ആയിരുന്നില്ല. ഓക്കെ, ഹി ഹാഡ് എ കരിയർ ഇൻ അഡ്വർടൈസിങ്. പരസ്യ മേഖലയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി ഉണ്ടായിരുന്നത്. വിച്ച് ലെഡ് ഹിം ടു യൂസ് സ്റ്റോറീസ് സെറ്റ് ഇൻ ആൻഷ്യന്റ് ബാബിലോൺ ടു ടീച്ച് ഫിനാൻഷ്യൽ വിസ്ഡം. ഇൻട്രസ്റ്റിംഗ്ലി, ക്ലാസൺ ഡിഡ് നോട്ട് അച്ചീവ് വൈഡ് സ്പ്രെഡ് ഫെയിം ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. അദ്ദേഹത്തിന്റെ ജീവിതകാലങ്ങളിൽ അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ ഫേമസ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഹിസ് ഡെത്ത്, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 1957 ശേഷമാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ ഗെയിൻഡ് സിഗ്നിഫിക്കൻറ്റ് പോപ്പുലാരിറ്റി. ഇപ്പോഴും വളരെ ശക്തമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഈ പുസ്തകത്തിന് ഇപ്പോഴും ആ ഒരു വിലയുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആ പുസ്തകത്തിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. എസ്പെഷ്യലി ഡ്യൂറിങ് ദ മിഡ് 20th century, the book has since become a classic in the realm of personal finance. ഓക്കെ, അതൊരു ക്ലാസിക്കായി മാറി. പിന്നീട് കാലം എത്ര കഴിഞ്ഞു പോയാലും ഈ പുസ്തകം വായിക്കാൻ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, നമുക്ക് ആദ്യം ഈ പുസ്തകത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The richest man in Babylon uses ancient parables to teach financial wisdoms that remain relevant today. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പൗരാണികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ വെൽത്ത് അല്ലെങ്കിൽ പണം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ പുസ്തകം കൂടുതലായിട്ടും പ്രതിപാദിക്കുന്നത്. ഓക്കെ, ദ ബുക്ക് ഷോസ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈസ് ആക്സസിബിൾ ടു എനിവൺ ഹു അപ്ലൈസ് സിമ്പിൾ, കൺസിസ്റ്റന്റ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈസ് ആക്സസിബിൾ ടു എനിവൺ. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് ആർക്കും നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് കുറച്ച് കടമ്പകളുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 7 കാര്യങ്ങളാണുള്ളത്. 7ാമത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, ഇഫ് ആൻഷ്യന്റ് ബാബിലോണിയൻസ് കുഡ് അച്ചീവ് വെൽത്ത് വിത്ത് ദീസ് ലെസൺ, സോ ക്യാൻ യു. അതായത് ഈ ഒരു ഗ്രാമത്തിലുള്ള പണ്ട് പൗരാണികകരമായിട്ടുള്ള ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് ആ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായി മാറാൻ പറ്റിയ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു രീതിയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതേപോലെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാർട്ട് തൈ പേഴ്സ് ടു ഫാറ്റനിങ്. അതായത് പറയുന്നത് അധികം ഇൻട്രിക്കസീസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല.
സേവ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് യുവർ ഇൻകം കൺസിസ്റ്റൻ്റ്ലി നോ മാറ്റർ ദ എമൗണ്ട് യു ഏൺ. അതായത് നിങ്ങൾ എത്ര തന്നെ രൂപ സമ്പാദിച്ചാലും അതിൻ്റെ 10% നിങ്ങൾ സേവ് ചെയ്ത് വെക്കണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു 100 രൂപ നിങ്ങൾ സമ്പാദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 10%, അതായത് 10 രൂപ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാലയളവിൽ നോക്കുകയാണെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതാണ് അല്ലേ. ബിൽഡിംഗ് വെൽത്ത് സ്റ്റാർട്ട്സ് വിത്ത് പേയിങ് യുവർ സെൽഫ് ഫസ്റ്റ്, പ്രിയോറിറ്റൈസിങ് യുവർ ഫ്യൂച്ചർ ബിഫോർ അതർ എക്സ്പെൻസസ്. അതായത് യഥാർത്ഥത്തിൽ വെൽത്ത് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ പൈസ മാറ്റി വെക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഓക്കെ, ബാക്കി തുകകൾ നിങ്ങൾ എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചോ. ബട്ട് 10% ഓഫ് യുവർ ഏർണിംഗ്സ് ഷുഡ് ബി ഗോ ടു യുവർ സേവിങ്സ് ഹാബിറ്റ്. The habit of saving is even more important than the amount itself. Discipline matters. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സേവിങ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സേവ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര പണം ഉണ്ടെന്നുള്ളത് വലിയ കാര്യമല്ല. ബട്ട് നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അത് വലിയ തുകയോ ചെറിയ തുകയോ ആയിക്കോട്ടെ, സേവ് ചെയ്യലാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്നാണ് അവർ പറയുന്നത്. ബൈ സീയിങ് യുവർ സേവിങ്സ് ഗ്രോ യു വിൽ ബിൽഡ് മൊമെൻറ്റം ആൻഡ് കോൺഫിഡൻസ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, രണ്ടാമത് എന്താണ് പറയുന്നത്? കൺട്രോൾ ദി എക്സ്പെൻഡിച്ചർ. അതായത് നിങ്ങളുടെ ചെലവ് നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ബി കോഷ്യസ് ഓഫ് അൺനെസസറി സ്പെൻഡിങ്. ഡോണ്ട് ലെറ്റ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ സ്റ്റീൽ യുവർ സേവിങ്സ്. അതായത് ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും, അതായത് എക്സ്ട്രാ വെഗൻസ് ജീവിതം അല്ലെങ്കിൽ എന്താ പറയുക അമിത ജീവിതം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, ആ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പല അവസരങ്ങളും വരാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്താ പറയുക സേവിങ്സ് കറക്റ്റായിട്ട് നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഒരുപാട് ലക്ഷൂറിയസ് ഒന്നും ആവശ്യമില്ല ഒരു മനുഷ്യന് ഹാപ്പിയായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഈ ഒരു സംഭവം പറയുന്നത്. മെനി എക്സ്പെൻസസ് ആർ വാണ്ട്സ് ഡിസ്ഗൈസ്ഡ് ആസ് നീഡ്സ്. സിംപ്ലിഫൈ സ്പെൻഡിങ് ടു അച്ചീവ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഓക്കെ, കാൾസൺ സജസ്റ്റ് ബജറ്റിംഗ് കെയർഫുള്ളി ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എക്സ്പെൻസസ്. കാൾസൺ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബജറ്റിംഗ്. നിങ്ങളുടെ ബജറ്റ് കൃത്യമായിട്ടും അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്ന്. അതായത് ഇപ്പം നമുക്ക് ഒരു പൈസ ഉണ്ടെന്ന് വെച്ചോ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 50,000 രൂപയുണ്ടെന്ന് വിചാരിച്ചോ. ഈ 50,000 രൂപയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10% നിങ്ങൾക്കായി വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ബാക്കി പൈസ നിങ്ങൾ കൃത്യമായിട്ടും ഡിവൈഡ് ചെയ്ത് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ലേൺ ടു സേ നോ ടു സ്മോൾ ലക്ഷൂറീസ് ദാറ്റ് ഡോണ്ട് ആഡ് ലോങ് ടേം വാല്യൂ ടു യുവർ ലൈഫ്. അതായത് ചില ലക്ഷൂറീസ് ഉണ്ടാകും, നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മൂല്യവും തരാത്ത ഒരുപാട് ലക്ഷൂറിയസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അത് നിങ്ങൾ കാര്യമായ രീതിയിൽ ചെയ്യാതിരിക്കുക എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അദ്ദേഹം മൂന്നാമതായിട്ട് എന്താണ് പറയുന്നതെന്ന് നമുക്കിനി നോക്കാം. മേക്ക് തൈ ഗോൾഡ് മൾട്ടിപ്ലൈ. അതായത് എന്താ പറയുക വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇൻവെസ്റ്റ് യുവർ സേവിങ്സ് വൈസ്ലി ടു ജനറേറ്റ് അഡീഷണൽ ഇൻകം സ്ട്രീംസ്. അതായത് നിങ്ങൾ നേടിയെടുത്ത കുറച്ച് സേവിങ്സ് ഉണ്ടാവും നിങ്ങൾക്ക്, ആ സേവിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പല ഇൻകം സ്ട്രീംസുകളും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിവിഡൻറ്റ് കളക്ട് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെൻ്റൽ പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ട് അതിൽ നിന്ന് റെൻറ്റ് കളക്ട് ചെയ്യാം. അങ്ങനെ പല ഏരിയാസിലൂടെയും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സ് അല്ലെങ്കിൽ സ്ട്രീംസ് ഓഫ് ഇൻകം ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം അല്ലെങ്കിൽ പാസീവ് ഇൻകത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പല വീഡിയോസും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, രണ്ടാമത് എന്താ പറയുന്നത് ഇവർ മണി ഷുഡ് ബി പുട്ട് ടു വർക്ക്, ഐഡിൽ ഫണ്ട്സ് ലൂസ് വാല്യൂ ഓവർ ടൈം. നിങ്ങളുടെ പണം നിങ്ങൾക്കായി പണിയെടുക്കട്ടെ എന്നുള്ളൊരു പ്രസ്താവന തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ലുക്ക് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ജനറേറ്റ് പാസീവ് ഇൻകം ലൈക്ക് റിയൽ എസ്റ്റേറ്റ്, ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്സ്. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മുടെ ഓൾറെഡി ചെയ്ത ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. സീക്ക് അഡ്വൈസ് ഫ്രം ദോസ് ഹു ആർ സക്സസ്ഫുൾ ഇൻ ദർ ഫീൽഡ്സ് ടു അവോയ്ഡ് കോസ്റ്റ്ലി മിസ്റ്റേക്സ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരുടെയൊക്കെ നിങ്ങൾ എന്താ പറയുക അഡ്വൈസ് വാങ്ങുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ ആ മേഖലയിൽ സക്സസ്ഫുൾ ആയനോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കുക. സക്സസ്ഫുൾ ആയിട്ടില്ല എങ്കിൽ യാതൊരു കാരണവശാലും അവരിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താണ് പറയുന്നത് നോക്കാം. ഗാർഡ് ദ ട്രഷറേഴ്സ് ഫ്രം ലോസ്. Guard thy treasurers from loss. Avoid high risk schemes and trust only experienced, trustworthy advisors. അതായത് ഹയർ റിസ്ക് ആയിട്ടുള്ള മേഖലകൾ നിങ്ങൾ കൈവെക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ. അതാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ വെൽബീയിങ്ങിന് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കഥയിൽ തന്നെ ഈ റിച്ചായി മാറിയിട്ടുള്ള അർക്കാഡ് എന്ന് പറയുന്ന വ്യക്തി ഒരു സമയം
ഇദ്ദേഹത്തിന് പൈസ സ്വരൂപിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി കഴിയുന്ന ഒരു ടൈം പീരീഡിൽ ഇദ്ദേഹത്തിന്റെ പൈസ ഒരു ബ്രിക്ക് ഉണ്ടാക്കുന്നവർക്ക്, അതായത് ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കൈമാറിയിരുന്നു, അതായത് ലോണിന് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ പിന്നീട് ആ പൈസ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല, ഈ ആർക്കാടിന് തിരിച്ചു കൊടുത്തിട്ടില്ല. അതാണ് പറയുന്നത്, നിങ്ങൾ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏരിയാസിൽ മാത്രമേ നിങ്ങളുടെ പൈസ നിക്ഷേപിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, protect your wealth by making conservative, well-researched financial decisions. Be wary of get-rich-quick സ്കീംസ്. നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവും, പെട്ടെന്ന് പണക്കാരനാവാന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും നിങ്ങൾക്ക് മോഹ വാഗ്ദാനങ്ങൾ തരുന്നുണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ അതിലൊന്നും എന്താ പറയുക പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഡൈവേഴ്സിഫൈങ് ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ഹെൽപ്പ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ലോസ്. അതായത് നിങ്ങൾ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് പല മേഖലകളിൽ നിക്ഷേപിക്കുക എന്നാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് മേക്ക് ഓഫ് തൈ ഡ്വെല്ലിംഗ് എ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് ഓണിങ് പ്രോപ്പർട്ടി എസ്പെഷ്യലി എ ഹോം ബിൽഡ്സ് ലോങ് ടേം സെക്യൂരിറ്റി ആൻഡ് സേവ്സ് മണി ഓൺ റെന്റ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചില പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു ഹോം, ഒരു വീട്, അതും അല്ലെങ്കിൽ നിങ്ങളൊരു ലോങ് ടേം സെക്യൂരിറ്റി ആൻഡ് സേവ് മണി ഓൺ റെന്റ്. ഓക്കെ, ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ എ ഹോം യു ക്രിയേറ്റ് എൻ അസറ്റ്. നിങ്ങൾ ഈ ഹോമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊരു അസറ്റിലേക്ക് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. ദാറ്റ് മിയർലി പേയിങ് ഫോർ ടെമ്പററി ഷെൽട്ടർ. അത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഷെൽട്ടർ മാത്രമേ അവിടെ തരുന്നുള്ളൂ. പ്രോപ്പർട്ടി ഓണർഷിപ്പ് ആണെങ്കിൽ എന്ത് തരും? ഓൾസോ പ്രൊവൈഡ്സ് പൊട്ടൻഷ്യൽ റെന്റൽ ഇൻകം ഓർ റീസെയിൽ വാല്യൂ. നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു റെന്റ് ഇൻകം കിട്ടും, അതേസമയത്ത് തന്നെ നിങ്ങൾക്ക് മറിച്ച് വെക്കുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ഓക്കെ, നമ്മളിവിടെ പറയുന്ന ഹോം എന്ന് പറയുന്നത് നമ്മളൊരു അസറ്റ് ഉണ്ടാക്കുക തന്നെയാണ് അത്, പക്ഷേ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ഷെൽട്ടർ മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഒരു ദീർഘകാലം അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇൻഫ്ലോ ഓഫ് ക്യാഷ് ഇവിടെ തരുന്നില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു വീട് പണിത് കഴിഞ്ഞാൽ വീട്ടിന് ആവശ്യമായിട്ടുള്ള പല എക്സ്പെൻസുകളും പിന്നീട് വീടിൻ്റെ പണിക്ക് ശേഷവും അത് മെയിൻ്റെനൻസിനും പിന്നെ പല കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വീടിന് അങ്ങോട്ടേക്ക് പൈസ കൊടുക്കലേ ഉണ്ടാവും അല്ലേ. നേരെ മറിച്ച് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ചെയ്തതെങ്കിൽ ആളുകൾ അവിടെ താമസിക്കുമ്പോൾ ഒക്കെ നമുക്ക് റെന്റൽ ഇൻകവും മറ്റ് പല ഇൻകങ്ങളും നമുക്ക് അതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത് ലാസ്റ്റ്, പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഓൾസോ പ്രൊവൈഡ്സ് പൊട്ടൻഷ്യൽ റെന്റൽ ഇൻകം ഓർ റീസെയിൽ വാല്യൂ. ഇൻവെസ്റ്റ് ഓൺലി ഇൻ പ്രോപ്പർട്ടീസ് ദാറ്റ് യു ക്യാൻ കംഫർട്ടബിളി അഫോർഡ് ടു മെയിൻറ്റെയിൻ. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ensure a future income. Build a future safety net through a long-term investment and retirement savings. അതായത് ഫ്യൂച്ചർ, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഉറപ്പുവരുത്തണം. ബിൽഡ് എ ഫ്യൂച്ചർ സേഫ്റ്റി നെറ്റ് ത്രൂ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിട്ടയർമെന്റ് സേവിങ്സ്. സെറ്റ് അസൈഡ് ഫണ്ട്സ് ദാറ്റ് വിൽ ഗ്രോ ടു സപ്പോർട്ട് യു ഡ്യൂറിങ് റിട്ടയർമെന്റ് ഓർ വെൻ യു ആർ ലെസ് ഏബിൾ ടു വർക്ക്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിയുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ഒരുപാട് വയസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് പല ജോലികളും ചെയ്യാൻ പറ്റാതെയാവും. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വരുമാനം തരുന്ന പല ഏരിയാസിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് അവർ പറയുന്നത്. സ്റ്റാർട്ട് ഏർലി ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ലോകത്തിലെ 8th വണ്ടർ എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ നിക്ഷേപം തുടങ്ങണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ലുക്ക് ഇൻ ടു ഡൈവേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ലൈക്ക് പെൻഷൻസ്, IRAs ഓർ ആനുവിറ്റീസ്. ഓക്കെ, ഡൈവേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പോൾ ക്ലിയർ ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. LIC പോലെയുള്ള ഇൻസ്ട്രുമെന്റിലൊക്കെ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ആനുവിറ്റി ഇനത്തിൽ, അതായത് വർഷാവർഷം നിങ്ങൾക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന പല സ്കീംസുകളും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻക്രീസ് ദൈ എബിലിറ്റി ടു ഏൺ. അടുത്തതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളിനി സംസാരിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ അറിവും ശക്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളിപ്പം ജീവിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്തൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമാനം വേണം. ഓക്കെ, അത്യാവശ്യം വരുമാനം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേവലം നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ജോലിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അങ്ങനെ ജീവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങൾ മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ടുള്ള പൈസ ലഭിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ തുക നേരത്തെ നിക്ഷേപിച്ചിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ദ മോർ വാല്യുബിൾ യു ബിക്കം ഇൻ യുവർ ഫീൽഡ്, ദ മോർ യു ക്യാൻ ഏൺ ആൻഡ് ഗ്രോ യുവർ വെൽത്ത്. കൺസിഡർ ലേണിംഗ് ന്യൂ സ്കിൽസ് ഓർ ഒബ്റ്റൈനിങ് സർട്ടിഫിക്കേഷൻസ് റിലവൻറ്റ് ടു യുവർ പ്രൊഫഷൻ. ഓക്കെ, നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫീൽഡിൽ നിങ്ങൾ പ്രതിഭയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. Invest in personal development books or courses that focus on productivity, negotiation and leadership. Okay,
ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കോമ്പൗണ്ട് ആയിട്ട് നിങ്ങൾക്കത് വളർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പൗണ്ടിങ്ങിനെ പറ്റി നേരത്തെ നമ്മൾ സംസാരിച്ചു. ജസ്റ്റ് നമ്മളൊരു അവലോകനം പോലെ തരികയാണ് എന്താണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന്. ഓക്കെ, ക്ലാസ് ആൻഡ് ഹൈലൈറ്റ്സ് ദ വാല്യൂ ഓഫ് റീ ഇൻവെസ്റ്റിംഗ് യുവർ ഏർണിംഗ്സ് ടു അലോ യുവർ വെൽത്ത് ടു ഗ്രോ എക്സ്പൊണൻഷ്യലി. അതായത് നിങ്ങളുടെ വെൽത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും റീ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മളൊരു എന്താ പറയുക ഒരു ഡെപ്പോസിറ്റ്, ഒരു FD എടുത്താൽ ആ FD 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് തരും. ഓക്കെ, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് സംഭവിക്കും, 1 വർഷം തന്ന ഇൻട്രസ്റ്റ് പ്ലസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ മേലെ ആയിരിക്കും നിങ്ങൾക്ക് 2ാമത്തെ വർഷം കിട്ടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3ാമത്തെ വർഷം കിട്ടുന്നത് ഈ 2 വർഷത്തെ ഇൻട്രസ്റ്റും അക്യുമുലേറ്റഡ് ആയിട്ട് 3ാമത്തെ വർഷം അതിൻ്റെയും കൂടി ഇൻട്രസ്റ്റ് ചേർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റും പ്ലസ് പ്രിൻസിപ്പൽ കിട്ടുന്നത്. ഓക്കെ, അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. Compound interest allows small savings to become substantial over time with patience and discipline. Reinvesting dividends and interest payments accelerate wealth accumulation. Start early as time is the most crucial factor in maximizing compounding effect. Okay, the story of Arkad, the richest man in Babylon. ഈ കഥയിലെ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അർക്കാഡ് എന്ന് പറയുന്ന ബാബിലോണിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള അയാളുടെ ഒരു കഥ ചെറുങ്ങനെ നമ്മളൊന്ന് ചുരുക്കി പറയുന്നതാണ്. അർക്കാഡ് ഹു സ്റ്റാർട്ടഡ് വിത്ത് നത്തിങ് ബിക്കെയിം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ബാബിലോൺ ബൈ ഫോളോയിങ് ദീസ് പ്രിൻസിപ്പിൾസ്. അർക്കാഡ് എന്ന് പറയുന്ന വളരെ പാവപ്പെട്ടനായിട്ടുള്ള ഒരാൾ എന്താ പറയുക ബാബിലോണിയയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള ഒരാളായി മാറി. ഓക്കെ, അതാണ് ഈ കഥയിലെ അല്ലെങ്കിൽ ഈ ഒരു ബുക്കിലെ കീ സാമ്മറി എന്ന് പറയുന്നത്. അദ്ദേഹം ഉൾക്കൊണ്ട പാഠം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാഠത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വെൽത്ത് ബിൽഡിംഗ് ഈസ് അച്ചീവബിൾ ഫോർ എനിവൺ റിഗാർഡ്ലെസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്. ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായാലും നിങ്ങൾക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അർക്കാഡ് സക്സസ് വാസ് ഡ്യൂ ടു ഹിസ് ഡിസിപ്ലിൻ ആൻഡ് വില്ലിംഗ്നെസ് ടു ലേൺ. അതായത് അദ്ദേഹത്തിൻ്റെ അച്ചടക്കവും അതുപോലെ തന്നെ പഠിക്കാനുള്ളൊരു താല്പര്യമായിരുന്നു അർക്കാഡിനെ കൂടുതലായിട്ടും വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഓക്കെ, ഹിസ് ജേർണി പ്രൂവ്സ് ദാറ്റ് പെർസിസ്റ്റൻസ് ആൻഡ് കൺസിസ്റ്റന്റ് എഫേർട്ട് ആർ ദ കീ ടു വെൽത്ത്. നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ശ്രമം, ഇതൊക്കെയാണ് വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത കോർ ലെസൺസ്. മണി ഈസ് എ ടൂൾ നോട്ട് എ ഗോൾ. പണം എന്ന് പറയുന്നത് ഒരു ഉപകരണമാകണം, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യമാവരുത്. ഓക്കെ, വെൽത്ത് ഈസ് വാല്യുബിൾ നോട്ട് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് ബട്ട് ഫോർ ദ ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി ഇറ്റ്സ് ബ്രിങ്സ്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പണം തരുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്ലാസ് ആൻഡ് എംഫസൈസസ് ദാറ്റ് മണി ഷുഡ് ബി യൂസ്ഡ് ടു ഇംപ്രൂവ് വൺസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് സപ്പോർട്ട് അതേഴ്സ്. പണം ഉപയോഗിക്കേണ്ടത് ഒരാളുടെ എന്താ പറയുക ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുമാണ് ക്ലാസ് ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്കിൽ കൂടുതലായിട്ടും ഊന്നി പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് പണം വേണം. അതിന് ഇമ്പോർട്ടൻസ് ആണ് ഈ പുസ്തകത്തിൽ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മണി ക്യാൻ പ്രൊവൈഡ് ടൈം ഫ്രീഡം ഗിവിംഗ് മോർ കൺട്രോൾ ഓവർ ഹൗ യു സ്പെൻഡ് ഈച്ച് ഡേ. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പണത്തിന് എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രീഡം, ഒരുപാട് സ്വാതന്ത്ര്യം തരാൻ പറ്റും, അതുപോലെ തന്നെ ഒരുപാട് കൺട്രോൾ തരാൻ പറ്റും. എന്തിന്, നിങ്ങൾ ഓൾ സ്പെൻഡ് ഈച്ച് ഡേ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണം വേണം. ആ ഒരു പണം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രൂഗലായിട്ട് ജീവിക്കേണ്ടി വരും ഭാവിയിൽ. ഓക്കെ, ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഫ്രൂഗലായി ജീവിച്ചിട്ട് നിങ്ങൾ നല്ലൊരു പോർഷൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. വൈസ് ഫിനാൻഷ്യൽ ചോയ്സസ് എനേബിൾസ് us to help our loved ones and give back to society. The importance of financial education. Learning about personal finance is crucial regardless of one's background of or current wealth. അതായത് പേഴ്സണൽ ഫിനാൻസിനെ പറ്റിയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് മേഖലയിൽ നിൽക്കുന്ന ആളാണെങ്കിലും. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ക്യാൻ പ്രിവെൻറ്റ് കോസ്റ്റ്ലി മിസ്റ്റേക്സ് ആൻഡ് ഹെൽപ്പ് പീപ്പിൾ മേക്ക് ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ എന്താ പറയുക ഒരുപാട് പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടേണ്ട ഒരു എഡ്യൂക്കേഷനാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ക്ലാസ് ആൻഡ് ആർഗ്യൂസ് ദാറ്റ് വെൽത്ത് ബിഗിൻസ് ഇൻ ദ മൈൻഡ് വിത്ത് ഫിനാൻഷ്യൽ ലിറ്ററസി ആസ് ദ ഫൗണ്ടേഷൻ. വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ, അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് എന്താ പറയുക ഉടലെടുക്കേണ്ടത്. ഓക്കെ, ഫിനാൻഷ്യൽ ലിറ്ററസി ആസ് ദ ഫൗണ്ടേഷൻ. കൺസിഡർ ഷെയറിംഗ് ഫിനാൻഷ്യൽ ലെസൺസ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ടു ബിൽഡ് എ ഫിനാൻഷ്യലി അവെയർ കമ്മ്യൂണിറ്റി. ഓക്കെ, ഹൗ ടു അപ്ലൈ ദീസ് ലെസൺസ് ടുഡേ. അതായത് നിങ്ങൾക്ക് ഈ ലെസണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഭാവിയിൽ പോകാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ ലെസണൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആദ്യം എടുക്കേണ്ടത് നിങ്ങളുടെ സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ബൈ സേവിങ് എ സ്മോൾ പോർഷൻ അല്ലെങ്കിൽ പോർഷൻ ഓഫ് യുവർ ഇൻകം ഈവൺ ഇറ്റ്സ് സ്മോൾ. വളരെ ചെറിയ തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ എന്താണ് പറയുന്നത്, ഐഡന്റിഫൈ എ ഫ്യൂ ഏരിയാസ് ഇൻ യുവർ ബജറ്റ് വെർ യു ക്യാൻ കട്ട് അൺനെസറി സ്പെൻഡിങ്. നിങ്ങളുടെ ബജറ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പൈസയൊക്കെ പോകുന്ന ഏരിയാസ് ഉണ്ടാവും. അത് കൃത്യമായി കണ്ടെത്തിയതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അടുത്തത് റിസർച്ച് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ദാറ്റ് സ്യൂട്ട് യുവർ റിസ്ക് ടോളറൻസ് ആൻഡ് ലോങ് ടേം ഗോൾസ്. നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഗവേഷണം നടത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെറ്റ് ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് റിവ്യൂ ദം റെഗുലർലി ടു ട്രാക്ക് യുവർ പ്രോഗ്രസ്. അത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ടൈംലെസ് വാല്യൂ ഓഫ് ക്ലാസ് ആൻഡ് ലെസൺ. ക്ലാസ് എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ടൈംലെസ് ആണ്. ഓക്കെ, The richest man in Babylon teaches us that small disciplined steps leads to financial stability. അതായത് ഇത് നമ്മളിപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് ഇതിനെ മില്ലനേഴ്സ് ബൈബിൾ എന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റും. കാരണം ഈ ഒരു ലെസണൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ ഒരുപാട് തലമുറകൾ വന്നു പോയാലും ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്കും നല്ലൊരു വെൽത്ത് ജീവിതത്തിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. The principle in this books are അല്ലെങ്കിൽ in this book are timeless and universally applicable. This book reminds us that wealth is achievable for anyone who applies sound financial habits. Okay, by focusing on sustainable habits, anyone can build financial security over time. Okay, നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.